നമസ്കാരം, ലൈവ് അറ്റ് 6 സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പശ്ചിമ ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 15 പേർ മരിച്ചു. സേഫ്റ്റി കമ്മീഷൻ അന്വേഷണം നടത്തും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം സഹായധനം. റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. അടിത്തറ നേരത്തെ ഉണ്ട്. 5000, 10000, 25,000, 30,000 പലതരത്തിലാണ് അസംബ്ലി സീറ്റിലെ വോട്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് തെറ്റ്. CPM നേതൃത്വത്തിനെതിരെ ജി സുധാകരൻ. ബൂർഷ്വാ പ്രവണതയും പൊളിറ്റിക്കൽ ക്രിമിനലിസവും വർദ്ധിക്കുന്നു. തന്നെ പുറത്താക്കാൻ തീരുമാനമെടുത്തിരുന്നു. എളമരം കരീമിനെതിരെയും തുറന്നടിച്ച് സുധാകരൻ. വിജയിക്കുമെന്ന് പോലും അറിയാത്ത ഒരാളെ നിർത്തി ഞാൻ തന്നെ സെക്രട്ടറി പേര് പറഞ്ഞു. അത് പറ്റിയ ഒരു തെറ്റാണ്. ആ തെറ്റാണ് സമ്മതിച്ച് അതിന്റെ പേരിൽ ഈ ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാൻ പാടില്ലാത്ത കരിയുമെന്ന് അന്വേഷണം നടത്തിയില്ലേ? വിമർശനമല്ല, കള്ളത്തനം, വഞ്ചന ഇല്ലാത്തൊരു കാര്യം. അവര് പിൻവലിച്ചില്ലേ? അതിനാണ് പിൻവലിച്ചത്. മോദി ഭക്തി എന്ന് പറയുന്നത് ഒരു വിമർശനമല്ല, എന്നാലും വിമർശനമല്ല. കാരണം എനിക്ക് മോദി ഭക്തി ഇല്ലല്ലോ, പിന്നെ ഞാൻ വിമർശിക്കുന്നത്. അതും വഞ്ചനയും താറടിക്കാൻ നടക്കത്തില്ല. എന്നെ പറ്റുമോ? താൻ മോദി ഭക്തനാണെന്ന കുപ്രചാരണങ്ങൾ ജനം തള്ളുമെന്നും ജി സുധാകരൻ. വെള്ളാപ്പള്ളി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല. സുധാകരനെ പിന്തുണച്ച് വെള്ളാപ്പള്ളി. പാർട്ടി അച്ചടക്കം പാലിക്കുന്നതുകൊണ്ട് ഒന്നും പറയുന്നില്ലെന്ന് എക്സലാം. രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നതിൽ തീരുമാനമുടൻ. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ തുടരുന്നു. റായ്ബറേലിക്കായി വാദിച്ച AICC. രാഹുൽ ഒഴിഞ്ഞാൽ പ്രിയങ്ക മത്സരിച്ചേക്കും. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്ത് സസ്പെൻസ് തുടരുന്നു. TDPയെ പിന്തുണച്ച് ശിവസേന ഉദ്ധവ് വിഭാഗം. NDAയിൽ ചർച്ചകൾ സജീവം. കാഫിർ പോസ്റ്റ് ഷെയർ ചെയ്ത KK ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. DGPക്ക് പരാതി നൽകി. നടപടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമെന്ന് VD സതീശൻ. വർഗീയ പ്രചരണം രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിച്ചത് മുതിർന്ന നേതാക്കളെന്നും പ്രതിപക്ഷ നേതാവ്. ബലിപെരുന്നാൾ ആഘോഷിച്ച വിശ്വാസി സമൂഹം. പ്രാർത്ഥനകളിൽ പങ്കെടുത്ത ആയിരങ്ങൾ. ഡോക്ടർ സാമുവൽ മാർ തിയോഫിലസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ. തിരുവനന്തപുരത്ത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യ. മരിച്ചത് +2 വിദ്യാർത്ഥിനി. മരണം സൈബർ ആക്രമണത്തെ തുടർന്നെന്ന് കുടുംബം. കൊച്ചി പനമ്പള്ളി നഗറിൽ വീട് കുത്തി തുറന്ന് മോഷണം. കള്ളന്മാരെത്തിയത് മാരകായുധങ്ങളുമായി. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTVയിൽ. മോഷണം വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ. പശ്ചിമ ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 15 മരണം, 60 പേർക്ക് പരിക്കേറ്റു. കാഞ്ചൻജംഗ എക്സ്പ്രസ് ചരക്ക് ട്രെയിനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഒഡീഷയിലെ ബാലസോറിൽ കഴിഞ്ഞ ജൂണിലുണ്ടായ ട്രെയിൻ അപകടം പേടി സ്വപ്നം പോലെ നിഴലിക്കുമ്പോഴാണ് രാജ്യത്ത് ഞെട്ടിച്ച് മറ്റൊരു ട്രെയിൻ കൂട്ടിയിടി. ഇന്ന് രാവിലെ 8:50 ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ ജൽപായ്ഗുരിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ രംഗപാണിയിലാണ് അപകടം. അസമിലെ സിൽച്ചാറിൽ നിന്ന് കൊൽക്കത്തയിലെ സീൽദാഹിലേക്ക് സർവീസ് നടത്തിയ കാഞ്ചൻജംഗ എക്സ്പ്രസ് ആണ് ചരക്കുവണ്ടിയുമായി കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതം വ്യക്തമാക്കുന്നതായിരുന്നു അപകട സ്ഥലത്തെ ദൃശ്യങ്ങൾ. 4 ബോഗികൾ തകർന്നു. ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും കാഞ്ചൻജംഗ എക്സ്പ്രസിലെ ഗാർഡും അപകടത്തിൽ മരിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത്. രാവിലെ 5:50 മുതൽ സിഗ്നൽ സംവിധാനം തകരാറിലായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ചരക്ക് ട്രെയിൻ സിഗ്നൽ മറികടന്ന് കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി അടക്കമുള്ളവർ അപകടസ്ഥലം സന്ദർശിച്ചു. अभी हमारा सारा फोकस है, रेस्क्यू ऑपरेशन कंप्लीट हुआ है, अभी रेस्टोरेशन पे पूरा फोकस है. ये मेन लाइन है और किसी भी तरीके से ये पॉलिटिक्स का समय नहीं है. अभी सारा फोकस होना चाहिए रेस्क्यू और रेस्टोरेशन पे. पैसेंजर सेफ्टी के लिए बहुत बड़ा फोकस है, कंप्लीट फोकस है, जैसा आप स्वयं जानते भी हैं.
मैं इसके बारे में बाद में डिटेल में चर्चा करूंगा। अभी मैं जरा पहले रेस्क्यू और रेस्टोरेशन ऑपरेशन का पूरा जायजा ले लूं और उसके बाद में पेशेंट से मिलने जाऊंगा। അപകട കാരണങ്ങൾ കണ്ടെത്താൻ വിശദമായ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1/2 ലക്ഷം രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. അപകടത്തെ തുടർന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ട്രെയിൻ ഗതാഗതം താറുമാറായി. 19 ട്രെയിനുകളാണ് ഇന്ന് റദ്ദാക്കിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അമ്പലപ്പുഴ അന്വേഷണ കമ്മീഷൻ അംഗം എളമരം കരീമിനെതിരെ ജി സുധാകരൻ. ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാത്തയാൾ പരാതിയുടെ യാഥാർത്ഥ്യം അറിയിക്കാനെത്തിയ പ്രവർത്തകരെ എളമരം കരീം ഭീഷണിപ്പെടുത്തി. വസ്തുതകൾ മനസ്സിലാക്കാനുള്ള അവസരം ബോധപൂർവം നിഷേധിച്ചതായും സുധാകരൻ പറഞ്ഞു. ഈ 11,000 വോട്ട് ഞാൻ 124 ഇവിടെ തോറ്റതാ, 5,000 VS ഇവിടെ തോറ്റതാ, 2,000 ചന്ദ്രനാളിൽ നിന്ന് തോറ്റതാ. ഞങ്ങൾ MLA-മാരായി ഇരിക്കുമ്പോൾ ആ സീറ്റ് 11,000 വോട്ടിന്. അത്രമാത്രമൊന്നും സേവനമൊന്നും ആയിട്ടില്ല, സമയമായിട്ടില്ല. വിജയിക്കുമെന്ന് പോലും അറിയാത്ത ഒരാളെ നിർത്തി ഞാൻ തന്നെ സെക്രട്ടറി പേര് പറഞ്ഞു. അത് പറ്റിയ ഒരു തെറ്റാണ്. ആ തെറ്റാണെന്ന് സംബന്ധിച്ച് അതിൻ്റെ പേരിൽ ഈ ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാൻ പാടില്ലാത്ത കരിയമെന്ന് അന്വേഷണം നടത്തിയില്ലേ? തെളിവ് കൊടുക്കാൻ പോയ മുഴുവൻ ആളെയും 8 പേര് എൻ്റെ പേരിലുള്ള തെറ്റാന്ന് പറഞ്ഞാൽ അയാൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? എന്നുവെച്ചാൽ സംസാരിക്കുന്ന പുള്ളി തടഞ്ഞെന്നാണ്. എന്താ അദ്ദേഹത്തിന് എന്താ കാര്യം? ഞങ്ങൾ ഒരുമിച്ച് ക്യാബിനറ്റ് ചെയ്യുന്നതല്ലേ. അദ്ദേഹം ഇപ്പോൾ 1.5 ലക്ഷത്തിനല്ലേ തോറ്റതവിടെ സ്വന്തം നാട്ടിൽ. ഇതൊക്കെ അവർ മനസ്സിലാക്കട്ടെ. ഒരവസരം കിട്ടിയാൽ അതെന്തെങ്കിലും കൊണ്ട് അന്വേഷിച്ച് അതിൻ്റെ വസ്തുതകൾ കണ്ടെത്തി അല്ലേ. പക്ഷേ ഞാനെങ്ങും പോയില്ലല്ലോ. എൻ്റെ പേരിൽ അവസാനം താക്കിയത് ഞാനും കൈവൊക്കെ അവിടെ വിമർശിച്ചതിന് ശേഷം ഞാൻ കൈവൊക്കെയല്ലോ. 1.5 ലക്ഷം വോട്ടിന് കരീമിനെ ആരെങ്കിലും തോൽപ്പിച്ചതാണോ എന്ന് മറുപടി പറയണം. സ്വന്തം നാട്ടിലല്ലേ 1.5 ലക്ഷത്തിന് തോറ്റത്? കഴിഞ്ഞ തവണ 85,000 തോറ്റെടുത്താണ് ഇപ്പോൾ 1.5 ലക്ഷത്തിന് തോറ്റത്. 11,000 ജയിച്ച അമ്പലപ്പുഴയിൽ അന്വേഷണം നടത്തിയല്ലോ. ജയിച്ചെടുത്ത് എന്തിനാണ് പരാതി നൽകിയതെന്ന് അറിയില്ലെന്ന് പിണറായിയും കോടിയേരിയും പിന്നീട് തന്നോട് തന്നെ ചോദിച്ചെന്നും സുധാകരൻ പറഞ്ഞു. വിജയിക്കുമെന്ന് പോലും അറിയാത്ത ഒരാളെ നിർത്തി ഞാൻ തന്നെ സെക്രട്ടറി പേര് പറഞ്ഞു. അത് പറ്റിയ ഒരു തെറ്റാണ്. ആ തെറ്റാണെന്ന് സംബന്ധിച്ച് അതിൻ്റെ പേരിൽ ഈ ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാൻ പാടില്ലാത്ത കരിയമെന്ന് അന്വേഷണം നടത്തിയില്ലേ? തെളിവ് കൊടുക്കാൻ പോയ മുഴുവൻ ആളെയും 8 പേര് എൻ്റെ പേരിലുള്ള തെറ്റാന്ന് പറഞ്ഞാൽ അയാൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? എന്നുവെച്ചാൽ സംസാരിക്കുന്ന പുള്ളി തടഞ്ഞെന്നാണ്. എന്താ അദ്ദേഹത്തിന് എന്താ കാര്യം? ഞങ്ങൾ ഒരുമിച്ച് ക്യാബിനറ്റ് ചെയ്യുന്നതല്ലേ. അദ്ദേഹം ഇപ്പോൾ 1.5 ലക്ഷത്തിനല്ലേ തോറ്റതവിടെ സ്വന്തം നാട്ടിൽ. ഇതൊക്കെ അവർ മനസ്സിലാക്കട്ടെ. ഒരവസരം കിട്ടിയാൽ അതെന്തെങ്കിലും കൊണ്ട് അന്വേഷിച്ച് അതിൻ്റെ വസ്തുതകൾ കണ്ടെത്തി അല്ലേ. പക്ഷേ ഞാനെങ്ങും പോയില്ലല്ലോ. എൻ്റെ പേരിൽ അവസാനം താക്കിയത് ഞാനും കൈവൊക്കെ അവിടെ വിമർശിച്ചതിന് ശേഷം ഞാൻ കൈവൊക്കെയല്ലോ. ഞാനൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം തന്നെ ഇത്രയെങ്കിലും പറയുന്നത്. അത് ഞാൻ വേറൊന്നും പറയുന്നില്ല, ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഇതൊക്കെ ജി സുധാകരൻ പറയുമ്പോഴും ഒതുക്കപ്പെട്ട ആളുകളുടെ ഇപ്പൊ ഈ കാണുന്ന ഈ ആലപ്പുഴയിൽ നിന്നിട്ടുള്ള ആളുകളാണെങ്കിലും സ്റ്റേറ്റ് വൈഡ് ഇപ്പോൾ സാറിന്റെ ഒരു മന്ത്രി എന്നുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് കണ്ടിട്ടുള്ള ആളുകളാണെങ്കിലും ആളുകളിടുന്നൊരു വിലയുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ വിലയിരുത്തലുണ്ട്. അതിനപ്പുറത്തേക്ക് സംഘടനാപരമായി മനസ്സിലാക്കപ്പെടാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടായിരിക്കാം, ഉണ്ടല്ലോ, പോയിട്ടുണ്ടല്ലോ. പക്ഷേ എനിക്ക് പരാതിയില്ലല്ലോ. ഞാനൊന്നും പബ്ലിക്കായിട്ട് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഇപ്പോഴും ഞാനൊന്നും എല്ലാം പറയുന്നില്ല. എനിക്ക് പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ 1.5 ലക്ഷം വോട്ടിന് അദ്ദേഹം തോറ്റല്ലോ. ഇവിടെ 11,000 ഭൂരിപക്ഷം. അപ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും തോപ്പിച്ചാണ്? ഞാൻ മറുപടി പറയട്ടെ. കഴിഞ്ഞ തവണ 85,000 ഉള്ളൂ പ്രദീപ് കുമാറിന് കുറവ്. ഇപ്പം എങ്ങനെ പറ? 10-20,000 വോട്ടോടെ എങ്ങനെ കുറഞ്ഞു? അദ്ദേഹം പറയട്ടെ, ആരെങ്കിലും തോപ്പിച്ചാണോ? പറയട്ടെ. ഞാൻ പിന്നെ അറിവിന് പറയട്ടെ. ഇവിടെ എല്ലാം തോറ്റെടുത്തെല്ലാം 10,000 വ്യത്യാസം. ആരെങ്കിലും തോപ്പിച്ചാണോ? അതുപോലെ കണ്ടാൽ പോരായിരുന്നോ? എന്തെങ്കിലും തെളിവുണ്ടോ? ആരെങ്കിലും പറഞ്ഞോ? വോട്ടർമാർ പറഞ്ഞോ? പൈസ പിരിച്ചു കൊടുത്തില്ല. അതെ, 17 ലക്ഷം പിരിച്ചു കൊടുത്തു. ഞാൻ മന്ത്രിയൊന്നും അല്ല, ഞാൻ സ്ഥാനാർത്ഥിയല്ല. എന്നെ ആർക്കും വേണ്ട പണക്കാർക്ക്. മന്ത്രിയായിരുന്നപ്പോൾ പിരിച്ചു കൊടുത്ത കണക്കൊന്നും ഞാൻ പിരിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുക്കേണ്ടത്. എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്കൊന്നും ഞാൻ പറയത്തില്ല. കാരണം അത് പാർട്ടി അകത്ത് അറിയേണ്ടതാണ്. പാർട്ടി നേതൃത്വത്തിനെതിരെയും ഗുരുതര വെളിപ്പെടുത്തലുകളാണ് ജി സുധാകരൻ നടത്തിയത്. തന്നെ പുറത്താക്കാൻ തീരുമാനമെടുത്തിരുന്നു. കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ കൂടിയ സംസ്ഥാന കമ്മിറ്റിയുടെ അജണ്ട തന്നെ അറിയിച്ചില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ താൻ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇതോടെ എല്ലാവർക്കും നടന്നതെന്താണെന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് പുറത്താക്കൽ തീരുമാനം താക്കീതായി ചുരുങ്ങിയത്. 11,000 വോട്ടിന് വിജയിച്ച തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയാണ് തനിക്കെതിരെ നീക്കം നടന്നതെന്നും സുധാകരൻ ചോദിച്ചു. കമ്മിറ്റിയുടെ
അവരിപ്പോൾ ഞാൻ പറയാനുള്ള അവിടെ പറഞ്ഞു. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞായിരുന്നല്ലോ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ചു കൂട്ടുക അല്ലേ? സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ചു കൂട്ടി ഈ അജണ്ട ഉണ്ടെന്ന് പോലും എന്നോട് പറയുന്നില്ല. ഇതിനു വേണ്ടി മാത്രമാണ് വിളിച്ചു കൂട്ടിയത്. ഞാൻ ചെല്ലുമ്പോഴല്ലേ ഇത് അറിയുന്നത് ഈ അജണ്ടയാണ്. ഞാൻ ചെന്നല്ലേ എന്ത് ചെയ്തതിന്? ഞാനവിടെ സംസാരിച്ചു. പാർട്ടിക്കകത്ത് ഉള്ള കാര്യമാണെങ്കിൽ ഇതൊരു വലിയ രഹസ്യകാര്യമല്ല. ഒരൊറ്റ സ്റ്റേറ്റ് ആലപ്പുഴ എന്നുള്ള ഈ 4 പേരൊഴിച്ച് 4 പേരില്ല, സുജാത, നാസർ, സജി ചെറിയാൻ 4 പേര് ഒഴിച്ച് ഞങ്ങൾ 5 പേർ ഈ സ്റ്റേറ്റിലെ ഒരൊറ്റയാളെ ചർച്ചയിൽ പങ്കെടുത്ത് വിമർശിക്കുകയോ വിമർശിക്കാതിരിക്കുകയോ വെച്ചാൽ അവർ മിണ്ടിയില്ല, നിശബ്ദമായിരുന്നു. അപ്പോൾ എൻ്റെ വിശദീകരണം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഉടനെ സെക്രട്ടേറിയറ്റ് അവിടെ നേരത്തെ ധാരണ മാറ്റി വേറെ ഒരു താക്കീത്, ജാഗ്രത പാലിക്കണം, ഇതല്ല. ഇവിടുന്ന് പോയ 4 പേര് അവർ രണ്ടും പറഞ്ഞു. സുധാകരൻ സാഹിബിൻ്റെ ആവശ്യം എല്ലാം പറഞ്ഞെങ്കിലും അവർ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞില്ല. പാർട്ടിയിൽ ബൂർഷ്വാ പ്രവണതയും പൊളിറ്റിക്കൽ ക്രിമിനലിസവും വർദ്ധിച്ചുവെന്നും ജി സുധാകരൻ പറഞ്ഞു. പ്രാദേശികമായ പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിൽ പിണറായിക്ക് പങ്കില്ല. അടിസ്ഥാനവർഗവും സാധാരണക്കാരും പാർട്ടിയിൽ നിന്ന് അകന്നു. പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരിൽ ചിലർ BJPക്ക് വോട്ട് നൽകി. ഈ സാഹചര്യം മുൻപുണ്ടാകാത്തതാണ്. കായംകുളത്ത് സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാനാകാത്തതാണ്. പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കെല്ലാം ദുഃഖമാണെന്നും ജി സുധാകരൻ പറഞ്ഞു. ഇതുപോലെയുള്ള പ്രാദേശികമായ പൊളിറ്റിക്കൽ ക്രിമിനലിസം പാർട്ടിക്കകത്ത് ആരോപണം കൊണ്ടുവരുന്നതിൻ്റെ പുറകെ പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്ന് മനസ്സിലാക്കാതെ ചെയ്തു പോകുന്നതാണ്. അത് പോട്ട് സാരമില്ല. അതൊന്നും പിണറായിക്ക് പൂർണ്ണ ഉത്തരവാദിത്വമൊന്നുമില്ല അതിൽ ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. എന്നോട് കൊടിയേരി തന്നെ പറഞ്ഞു, സഖാവ് പേര് പറഞ്ഞല്ലായിരുന്നെങ്കിൽ ഈ ചിത്തരഞ്ജൻ്റെ സഖാവിൻ്റെ ഒന്നും ഞങ്ങൾ പരിശോധിക്കാതെ എടുക്കത്തില്ല. സഖാവ് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ തെറ്റൊന്നുമില്ല, ജയിച്ചല്ലോ. പക്ഷെ അവരിൽ നിന്ന് തന്നെയാണ് പരാതി. അവരിൽ നിന്നല്ല ചിത്തരഞ്ജൻ പരാതിയൊന്നും അയച്ചല്ലോ. ചിത്തരഞ്ജൻ മുനിസിപ്പാലിറ്റി 900 കുറവായിരുന്നല്ലോ, അത് പരാതി കൊടുത്തില്ലല്ലോ. ഇവിടെ 6200 കൂടുതലായിരുന്നല്ലോ ഈ എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ, ഈ വാർഡുകൾ. ആ പരാതി എന്ന് പറയുന്നത് എന്താണെന്ന് ജനം അത് വിശ്വസിച്ചില്ല. നിങ്ങൾ പറയുന്ന പോലെ ജനങ്ങൾ ഞാൻ ചെയ്ത സത്യസന്ധമായ പ്രവർത്തനത്തെയാണ് വിലയിരുത്തിയത്. ജനങ്ങൾക്ക് അങ്ങനെ യാതൊരു അനുഭവം. ഒരാളോട് ഞാൻ പോയി പറയത്തില്ലല്ലോ വോട്ട് ചെയ്തെന്ന് ഞാൻ പറയൂ. അതൊന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. അത് സാരമില്ല, കഴിഞ്ഞല്ലോ. പാർട്ടിയിലെ ഗ്രൂപ്പ് തർക്കങ്ങളുടെ കാലത്ത് പിണറായി വിജയന് തന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ല നൽകിയ പിന്തുണയും പരോക്ഷമായി ഓർമ്മിപ്പിക്കുകയായിരുന്നു ജി സുധാകരൻ. പിണറായി വിജയൻ നേതൃത്വം നൽകിയ സംസ്ഥാന കമ്മിറ്റിക്ക് ആലപ്പുഴയിൽ നിന്ന് താൻ നൽകിയ പിന്തുണ പിണറായിക്ക് അറിയാം. അതിന്റെ പ്രതിഫലനം സംസ്ഥാനത്താകെ ഉണ്ടായി. തന്റെ എക്കാലത്തെയും നേതാവ് VS അച്യുതാനന്ദനാണ്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിനൊപ്പമാണ് അന്ന് നിലപാടെടുത്തത്. തനിക്ക് ഒന്നിലും ഒരു ഓർമ്മക്കുറവില്ല. അകലമല്ല ഈ കാലം. ആരാണ് മാറിയതെന്നും ജി സുധാകരൻ ചോദിച്ചു. VS-നപ്പുറം എനിക്കൊരു നേതാവുള്ളത് വേറെ കാര്യം. അന്നുമില്ല, ഇന്നുമില്ല. പക്ഷേ പിണറായി നയിച്ച സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ ഞങ്ങൾ നല്ല സപ്പോർട്ട് കൊടുത്തുവിടുന്നു ആലപ്പുഴ. ആ സപ്പോർട്ടൊന്നും ചെറുതല്ല. ആ കാലത്ത് സംസ്ഥാനം മുഴുവൻ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു സപ്പോർട്ട് പിണറായിക്കറിയാം. ആ സ്നേഹവും ആ വിശ്വാസവും പിണറായിക്ക് എന്നോട് ഇപ്പോഴും ഉള്ളതാണ് വിശ്വാസം. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇലക്ഷൻ കാലത്ത് തന്നെ വിളിച്ച് ഒരുപാട് സംസാരിച്ചു. അങ്ങനെ 2 മണി കണ്ട 3 വർഷത്തിന് ആദ്യമായിട്ടാണത്. അപ്പോൾ പഴയ പോലുള്ള അടുപ്പം നിയർനെസ് ഇല്ല, അടുപ്പമില്ല, മനസ്സുകൊണ്ടല്ല, ഇല്ല. പക്ഷേ ഞാൻ പരിചയപ്പെട്ട കാലത്തോളം ആ ഒരു ഇത് ഉണ്ടായിരുന്നു. ആലപ്പുഴയ്ക്കൊരു പ്രാധാന്യം അധികം കൊടുത്തിരുന്നു. അത് ഞങ്ങളുടെ കാലം പറയാം. അന്ന് ഇതൊന്നും ബാധിച്ചില്ല. എല്ലാ സമുദായം വോട്ട് ചെയ്യല്ലേ. ഒരു കാലത്ത് മുസ്ലിം സമുദായം കാര്യമായിട്ട് ചെയ്യത്തില്ലായിരുന്നു. കോൺഗ്രസ് ആണ് എല്ലാം ചെയ്തല്ലേ ഞങ്ങളൊക്കെ ജയിച്ചത്. 9 ലക്ഷമാണോ കായംകുളം ജയിച്ചത് എങ്ങനെ? മുസ്ലിം വോട്ടല്ലേ. അമ്പലപ്പുഴ ജയിക്കുന്നത് എങ്ങനെ? മുസ്ലിം വോട്ടല്ലേ. ഇതെല്ലാം മുസ്ലിം വോട്ട് 10,000-കണക്കിന് വോട്ടായി 2 മണ്ഡലങ്ങൾ. അതൊക്കെ ഞങ്ങൾ ജയിച്ചില്ലേ. അവിടെ പ്രതിഭ ജയിച്ചു, ഇവിടെ ഞാൻ ജയിച്ചു. എവിടെയാണ് സാർ ഈ അകൽച്ച സംഭവിക്കുന്നത്? എവിടെയാണ്? ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഏറ്റു പറയാൻ ഒരുപാട് കേഡർമാർ താഴെ ഉണ്ടായിരുന്നു. പ്രസംഗിക്കാൻ അറിയാവുന്നവരുണ്ടായിരുന്നു. ഐഡിയോളജിക്കലായിട്ടുള്ള ജാതിമത ശക്തികളെ എതിർത്ത് തോൽപ്പിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നത്. ആ വളർച്ചയുടെ ഗ്രാഫ് മനസ്സിലാക്കി അതിൻ്റെ മുകളിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണെന്ന് എല്ലാ കേഡർമാരും ഒരുപോലെ കരുതിയ ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം ആ ബോധമുള്ളത് കൊണ്ടാണ്. ഇന്ന് ആ ബോധത്തിൽ താഴോട്ട് വരുമ്പോൾ കുറച്ച് മാറ്റം വരുന്നു. അത് നമുക്ക് മനസ്സിലാക്കി തിരുത്തിയാൽ മതി. ഇനിയിപ്പം ഐഡിയോളജിയുടെ പ്രശ്നം. ഐഡിയോളജി പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യം. ഐഡിയോളജിക്ക് പിന്നോക്കാവസ്ഥയില്ല. മാർക്സിസ്റ്റ് ഐഡിയോളജിക്ക് പിന്നോക്കാവസ്ഥ ഉണ്ടാവില്ല. മാർക്സിസ്റ്റ് ഐഡിയോളജി വ്യതിചലിക്കുന്നുണ്ടല്ലോ സാർ പ്രവർത്തകർ. അതിന് തുല്യമായ ഒരു ഐഡിയോളജി ഇല്ല. ഇന്നും സാമ്രാജ്യത്വത്തിനും മുതലാളിത്തത്തിനും ഒക്കെ എതിരായി നിൽക്കുന്ന ഏക ഐഡിയോളജി അത് മാത്രമാണ്. ഇന്ത്യയിലും അതാണ്. പക്ഷേ സപ്പോർട്ടേഴ്സ് കേരളത്തെ പോലെയൊന്നുമില്ല.
ഐഡിയോളജിയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവുന്നില്ലേ പലയിടത്തും? അതല്ലേ തിരിച്ചു ഐഡിയോളജിയിൽ കോംപ്രമൈസ് ഒന്നും ഉണ്ട്. ഐഡിയോളജി കോംപ്രമൈസ് ചെയ്യാൻ ഒക്കത്തില്ല. ഐഡിയോളജിയുടെ ആപ്ലിക്കേഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പരിശോധിക്കണം. ഇപ്പോൾ ഇവിടെ നിങ്ങളെന്താ ഉദ്ദേശിച്ചത് അറിയാമോ, നിങ്ങളത് പരിശോധിച്ചോളൂ. എനിക്ക് അഭിപ്രായം വ്യത്യാസമില്ല. അതിൽ ഐഡിയോളജി ആപ്ലിക്കേഷനൊന്നും കോംപ്രമൈസ് നടത്താൻ പറ്റില്ല, നടത്തിയാൽ ശരിയാവില്ല. അതെവിടെയെങ്കിലും നടത്തുന്നുണ്ടോ എന്നൊന്നും എനിക്ക് എൻ്റെ മുമ്പിലില്ല. വികസനപ്പുറം എനിക്കൊരു നേതാവില്ല, അത് വേറെ കാര്യം. അന്നുമില്ല ഇന്നുമില്ല. ജനഹിതം പരിഗണിച്ചു വേണം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കെന്നും സുധാകരൻ പറഞ്ഞു. പലതവണ ജയിച്ചത് അയോഗ്യതയല്ല, തുടർച്ചയായി മത്സരിക്കുന്നവർ തോൽക്കുമെന്ന ധാരണ ശരിയല്ല എന്നും സുധാകരൻ പറഞ്ഞു. കുറേ തവണ മത്സരിച്ചത് കൊണ്ടൊന്നും തോക്കത്തില്ല, അങ്ങനെയൊന്നും ആരും കരുതരുത്. വീണ്ടും ജയിച്ചുകൊണ്ടേയിരിക്കും. ജനങ്ങൾക്ക് ഹിതമുള്ളവരെ മത്സരിപ്പിച്ച് ജയിപ്പിക്കണം. അത് പ്രായവും കാര്യവും നോക്കരുത്. പാർട്ടി സ്ഥാനമാനങ്ങളിൽ പ്രായപരിധി വെക്കുന്നതിനും തെറ്റില്ല. എനിക്ക് 75 ആവുന്നതിന് മുമ്പേ ഞാൻ എഴുതി കൊടുത്തല്ലോ. ഞാൻ ആ പ്രായത്തിൻ്റെ പരിധി വെച്ച് സ്റ്റേറ്റ് കമ്മിറ്റി പോലുള്ള കമ്മിറ്റിയിൽ നിന്ന് ഒഴിയണം. അതിന് മുമ്പ് തന്നെ ഞാൻ എഴുതി കൊടുത്തല്ലോ എനിക്ക് ബ്രാഞ്ച് കമ്മിറ്റി ആലപ്പുഴ DC-യുടെ കീഴിൽ വേണം. അതെനിക്ക് തരികയും ചെയ്തു. ഞാനവിടെ സ്വസ്ഥമായി കഴിയുക. 4 ബ്രാഞ്ച് കമ്മിറ്റി യോഗം ഞാൻ പങ്കെടുത്തതിനാവും, അറിയാമോ? 2002 ശേഷം 4 വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളൂ, ഞാൻ പോവല്ലോ. വക്കീലന്മാരുടെ ബ്രാഞ്ചാണ്, എനിക്കൊരു പ്രശ്നമില്ല. താൻ മോദി ഭക്തനാണെന്ന മട്ടിൽ നടക്കുന്ന കുപ്രചാരണങ്ങൾ ജനം തള്ളുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. എക്കാലവും മോദിയുടെയും വലതുപക്ഷത്തിന്റെയും വിമർശനമാണ് താൻ. ഫാസിസ്റ്റ് പ്രവണതയുള്ള ഏകാധിപതിയായ മോദിയുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. അതേസമയം BJP ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് തെറ്റ്. ശത്രുവിന്റെ ശക്തിയെറിഞ്ഞ് തന്ത്രങ്ങൾ നടപ്പാക്കണമെന്നും സുധാകരൻ പറഞ്ഞു. ആ ത്രികോണ മത്സരത്തിലല്ലേ ഇവർക്ക് 15%, 12% വോട്ട് കിട്ടുന്നത്. ഏതോ ഒരു സ്ഥലത്ത് പാർലമെന്റിൽ അവർക്ക് 23% കിട്ടി. ഒരു സമയത്ത് 21-23% വോട്ട് കിട്ടി. ആലപ്പുഴയിൽ പക്ഷേ എല്ലായിടത്തും അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിൽ ആലപ്പുഴ പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അല്ലായിരുന്നല്ലോ. 1,87,000 നിന്നാണ് ഈ 2,99,000 കുതിക്കുന്നത്. അതെ അതെ, പക്ഷെ അത് 50,000-60,000 നിന്നാണ് 1,85,000. അതെന്താ? അപ്പോൾ അവരൊക്കെ അടിത്തറ നേരത്തെ ഉണ്ട്. 5,000, 10,000, 25,000, 30,000 പലതരത്തിലാണ് അസംബ്ലി സീറ്റിലെ വോട്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് തെറ്റ്. അവർ പണ്ടും ഇവിടെയുണ്ട്. ഒരു 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 1977 ശേഷം BJP എല്ലാ അസംബ്ലി മണ്ഡലത്തിലും മത്സരിക്കുന്നുണ്ട്. 5,000, 6,000 കിട്ടിയ കാലമുണ്ട്, അവർക്ക് 3,000 കിട്ടിയ കാലമുണ്ട്. അത് വളർന്ന് 10, 15, 20, 25, 35 ഇങ്ങനെ പലതരത്തിലായിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെല്ലാം കുറച്ച് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടവരവിടെ. വോട്ട് കുറവായതുകൊണ്ട് BJPയുടെ ഹിന്ദു കമ്മ്യൂണാലിസം ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയോളജിയെ വില കുറച്ച് കാണരുത്. അതിൻ്റെ കൂടെ വോട്ട് കുറേ ഐഡിയോളജി വളരെ പവർഫുള്ളാണ്. ആ ഐഡിയോളജി രാജ്യത്തെ ഡോമിനൻ്റായി നിൽക്കുന്നു. കാരണം രാജ്യത്ത് CPM കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ശക്തമാണെങ്കിൽ നമുക്ക് പിന്തുണ കുറവാണ്. അവരുടെ ഐഡിയോളജി റിട്രോഗ്രസീവാണ്, അതായത് പിന്തിരിപ്പനാണെങ്കിൽ അതിന് പിന്തുണ കൂടുന്നു. കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വർഗീയതയ്ക്കെതിരായി ചിന്തിപ്പിക്കാതെ 10-40 വർഷം ഭരിച്ച് വർഗീയതയും ജാതിയെല്ലാം ഉപയോഗിച്ച് ഭരിച്ച് കുളവാക്കി ഇട്ടതിൽ നിന്നാണ് ഇവർ വളർന്നത്. കോൺഗ്രസ്സാണ് വളക്കൂടുള്ള മണ്ണ് BJPക്ക് ഉണ്ടാക്കിയത്. ഫൈറ്റ് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ്. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും അടക്കി നിർത്തിയില്ലേ? ദീർഘകാലം അടക്കി നിർത്തിയില്ലേ? പറ. കോൺഗ്രസ്സാണ് വളർത്തിയത്. അവർ തിരുത്തുന്നുണ്ടോ? അടിയന്തരാവസ്ഥ പോലുള്ള ആ കാര്യങ്ങൾ തെറ്റായി പോയെന്ന് പരസ്യമായിട്ട് പറയുന്നുണ്ട്. പറയണ്ടേ? വെള്ളാപ്പള്ളി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ലെന്ന് സുധാകരൻ. പരിഗണന കിട്ടിയില്ലെന്ന ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങളുടെ പരാതി ഗൌരവകരം. പ്രാതിനിധ്യമില്ലെന്ന പ്രശ്നം ചർച്ച ചെയ്ത് പരാതികൾ പരിഹരിക്കണം. പുന്നപ്രയിലും വയനാറിലും കുട്ടനാട്ടിലെ കർഷക ഭൂമിയിലും രക്തം നൽകി പാർട്ടി കെട്ടിപ്പടുത്തവരാണ്. മുന്നോക്കക്കാരല്ല പാർട്ടിയുടെ അടിത്തറ. CPM-നെ കുറിച്ച് വെള്ളാപ്പള്ളിക്ക് അഭിമാനം മാത്രമാണ്. കുറച്ചുകൂടി അംഗീകാരം വേണമെന്ന് മാത്രമാണ് അവർ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്താൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ലെന്നും സുധാകരൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതും ഇന്റർവ്യൂയൊക്കെ ഞാൻ കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലപ്പുഴയിൽ വന്ന 1975 അടിയന്തരാവസ്ഥ കാലം മുതൽ ഈ 2024, 25, 45, 49 വർഷവും എൻ്റെ അനുഭവത്തിൽ അദ്ദേഹം ഒരു കാലത്തും നമ്മളോടൊന്നും പറഞ്ഞിട്ട് വേറൊന്നും ചെയ്തിട്ടില്ല. വ്യക്തിപരമായ ബന്ധം മാത്രമല്ല, ഒരു കാര്യം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അനുസരിച്ച് ചെയ്തിട്ടുണ്ട്. നാളെയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് വ്യത്യാസമെന്ന് ഞാൻ പറയട്ടെ. ഈ തരത്തിലൊക്കെയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വന്നു, ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു.
അത് ആ സമുദായത്തിന് ഗുണമുണ്ടായില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ ചർച്ച ചെയ്ത് പരിഹാരം കാണേണ്ട കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്താൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. അദ്ദേഹം ആന്റി കമ്മ്യൂണിസ്റ്റ് അല്ല. പക്ഷെ ഒരു മാനസികമായൊരു വിടവ് വന്നിട്ടുണ്ടല്ലോ. അല്ല, അതൊക്കെ സംസാരിക്കുമ്പോൾ തീരുമെന്ന്. മാനസികമായി വിടവൊന്നും അദ്ദേഹത്തിനുള്ളതായിട്ട് തോന്നിയില്ല. അദ്ദേഹത്തിന് സമുദായത്തിൻ്റെ താല്പര്യം അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. വോട്ട് ബാങ്കായി മാത്രം ഞങ്ങളെ ഉപയോഗിക്കുന്നത് എന്നൊരു കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് സ്വാധീനിക്കുന്ന കുറച്ചധികം ആളുണ്ടാവുമല്ലോ. അപ്പോൾ വോട്ട് ബാങ്കല്ല. ഇവിടുത്തെ പുന്നപ്ര വയലാറടക്കം കുട്ടനാടൻ കർഷക ശ്രമം നടത്തിയതിൻ്റെ മുന്നിൽ ഈഴപരാധിയായ പിന്നോക്ക സമുദായങ്ങളാണ്. അവരാണത് നടത്തിയത്. മുന്നോക്ക സമുദായങ്ങളൊന്നും അതിൽ പങ്കെടുത്തിട്ടില്ല. അതിൽ നിന്ന് നല്ല കേഡർമാർ നേതാവ് കാണും, അതല്ലാതെ ആ സമുദായ അംഗങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഇല്ല. അതാണ് ആലപ്പുഴയിലെ പാർട്ടിയുടെ ചരിത്രം. എന്തുകൊണ്ടാണ് സാർ പാർട്ടിയോടൊപ്പം ഈഴപരാധിയായ പിന്നോക്ക പട്ടികജാതിക്കാരനകത്ത് വരും സമുദായങ്ങളുടെ ചോരയും വിയർപ്പും കൊണ്ട് കെട്ടിപ്പടുത്ത മഹത്തായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം അഭിമാനിക്കുന്നു എന്നാണ്. ഞങ്ങൾക്ക് കുറച്ചുകൂടി അംഗീകാരം തരണം എന്നാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം മാറുന്ന കാര്യമാണ്. അതായത് ആലപ്പുഴയിൽ ഉൾപ്പെടെയുള്ള CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വലിയ തോതിൽ തിരിച്ചടി കിട്ടുകയും ഒപ്പം തന്നെ BJP വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ജി സുധാകരൻ പറഞ്ഞതുപോലെ ഒരു വർഗീയ ശക്തിക്ക് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, പ്രത്യേകിച്ച് പത്തിയൂർ അടക്കമുള്ള കായംകുളത്തെ പാർട്ടിയുടെ അഭിമുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലം മുതൽ തന്നെ അതിശക്ത കേന്ദ്രമായി പാർട്ടിയിൽ നിൽക്കുക വലിയ പിന്തുണ എല്ലാ തിരഞ്ഞെടുപ്പുകളിൽ നൽകുകയും ചെയ്ത പഞ്ചായത്തിൽ പുന്നപ്ര അടക്കമുള്ള സമരഭൂമികൾ, വയലാറിൽ, അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിൽ 3ാം സ്ഥാനത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തള്ളപ്പെട്ടത് എന്നുള്ള ഞെട്ടലോടുകൂടി തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നത്. മാത്രമല്ല ഇത്തരം തെറ്റുകൾ, അതായത് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ആലപ്പുഴയിൽ നിന്നുകൊണ്ട് ഈ പാർട്ടിക്കകത്ത് മഹത്തായ പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് അതിനകത്ത് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി തിരുത്തലുകൾ നടത്തേണ്ട അല്ലെങ്കിൽ അത് തിരുത്തൽ പ്രക്രിയയിലേക്ക് കൊണ്ടുപോകേണ്ടതിൽ തന്റെ പങ്ക് അവസാനിച്ചിട്ടില്ല എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു തന്നെയാണ് ജി സുധാകരൻ പറഞ്ഞു തുടങ്ങിയ പല ഘട്ടത്തിലും അദ്ദേഹം വികാരാധീനായി. മാത്രമല്ല അദ്ദേഹം കടന്നു വന്ന, അതായത് നമുക്കറിയാം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അമ്പലപ്പുഴ പാർട്ടിയിൽ തിരഞ്ഞെടുപ്പ് വിജയമുണ്ടായെങ്കിലും പിന്നീട് അവിടെ ഒരു അന്വേഷണ കമ്മീഷൻ വരുന്നു. ജി സുധാകരനെ പരസ്യ ശാസനയിലേക്ക്, താക്കീതിലേക്ക്, അമ്പലപ്പുഴയിൽ 11,600 വോട്ടിന് ജയിച്ചെടുത്ത പാർട്ടിയിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നടക്കമുള്ള ഒരു പരസ്യ ശാസ്ത്രയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ നിന്ന് ഇതുവരെയും മനസ്സ് തുറക്കാതിരുന്ന ജി സുധാകരൻ പക്ഷേ CPM ഇത്രയധികം, അതായത് പാർട്ടി ഇത്രയധികം തിരിച്ചടിയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് പല കാര്യങ്ങളും തുറന്നു പറയാനായി തയ്യാറായിട്ടുള്ളത്. ജി സുധാകരന്റെ ആരോപണത്തിൽ പ്രതികരിക്കാതെ സജി ചെറിയാൻ. ന്യൂസ് 8നോട് സുധാകരൻ പറഞ്ഞ വിമർശനങ്ങളോടാണ് പ്രതികരിക്കാതെ പോയത്. ജി സുധാകരൻ സഖാവിന്റെ ഒരു വിമർശനം കണ്ടു. കാര്യമായ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അവിടെ അങ്ങനെ ഒരു BJPക്ക് വോട്ട് പോയതിനെ കുറിച്ച് നേരത്തെ നാസർ ഉൾപ്പെടെയുള്ള ആളുകളും പറഞ്ഞല്ലോ. പാർട്ടി വോട്ട് BJPയിലേക്ക് പോയിട്ടുണ്ട്. ഏതൊക്കെ ജി സുധാകരൻ മോദി അനുകൂല പ്രസ്താവന നടത്തിയെന്ന ആരോപണവുമായി എച്ച്സലാം MLA. മോദിയെ പുകഴ്ത്തിയയാളാണ് സുധാകരനെന്നും അതുകൊണ്ടാണ് പാർട്ടി വിഷയമായിട്ടും സുധാകരൻ പറഞ്ഞതിനോട് താൻ പ്രതികരിക്കുന്നതെന്നും എച്ച്സലാം ന്യൂസ് 8നോട് പറഞ്ഞു. അമ്പലപ്പുഴയിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമെന്നും എച്ച്സലാം പറഞ്ഞു. പാർട്ടി അച്ചടക്കം പാലിക്കുന്നതുകൊണ്ട് ഒന്നും പറയുന്നില്ല. എല്ലാം പാർട്ടി കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. താനടക്കം എല്ലാ സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചത് പാർട്ടിയാണെന്നും എച്ച്സലാം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രീതി അനുസരിച്ച് തോറ്റാലും ജയിച്ചാലും ഞങ്ങൾ പരിശോധിക്കുന്ന നിലയുണ്ട്. എവിടെയെങ്കിലും പ്രത്യേകമായ ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി അത് പ്രത്യേക പരിശോധനയ്ക്ക് പാർട്ടി വിധേയപ്പെടുത്തും. അങ്ങനെ പ്രത്യേകമായൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് അമ്പലപ്പുഴ ഈ പ്രത്യേക പരിശോധന നടത്തേണ്ട സാഹചര്യം ഉണ്ടായത്. അതിന്മേൽ തീരുമാനം എടുക്കുമ്പോഴും ജയിച്ചു വന്ന പരിഗണന കൂടി വെച്ചുകൊണ്ടാണ് അതിന്റെ സംഘടനാ തീരുമാനം വന്നത്. നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരിക്കലും പാടില്ലാത്ത പോലെയുള്ള ഒരു രാഷ്ട്രീയ ലൈൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സന്ദേശം സമൂഹത്തിലേക്ക് കൊടുത്ത ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഇത്രയെങ്കിലും ഞാൻ നിങ്ങളോട് പ്രതികരിച്ച് സംസാരിച്ചത്. വാക്കിന്റെ പ്രയോഗത്തിലും സംഭാഷണത്തിലൊന്നുമല്ല കാര്യം. ആരെല്ലാം എന്തെല്ലാം ചെയ്തു എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അത് അവരവരങ്ങ് ആലോചിച്ച് നോക്കുമ്പോൾ അറിയാം എന്താണ് സംഭവിച്ചെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത്രയേ ഉള്ളൂ അതിനകത്ത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല.
അതേസമയം ജി സുധാകരൻ ജനപ്രിയ നേതാവെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. മന്ത്രി എന്ന നിലയിൽ സുധാകരൻ മികവ് തെളിയിച്ചു. ആർക്കും അവഗണിക്കാൻ കഴിയാത്ത, എല്ലാവർക്കും സ്വീകാര്യനായ നേതാവാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പ്രത്യേകിച്ചും സുധാകരനെ കൂട്ട് അദ്ദേഹം ജനപ്രിയനാണ്. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ ഇത്രയധികം നല്ല മിടുക്കനായ ഒരു പൊതുമരാമത്ത് മന്ത്രി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പൊതുപ്രവർത്തനത്തിൽ MLA ആയിട്ടാണെങ്കിലും മന്ത്രിയായിട്ടാണെങ്കിലും ഇടതുപക്ഷ ഗവൺമെന്റിന് ഒരു ഏറ്റവും പേരുണ്ടാക്കി കൊടുത്ത ഒരു തിലക്കുറിയായി പ്രവർത്തിച്ച ഒരു മഹൽ വ്യക്തിയാണ് ജി സുധാകരൻ സാഹു. അദ്ദേഹത്തിന്റെ വേദനയും പ്രയാസങ്ങളും ഉണ്ടാകാം, അത് പാർട്ടി ചർച്ച ചെയ്ത് തീർക്കേണ്ടതാണ്. പക്ഷേ എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആർക്കുണ്ടായാൽ പോലും ആലപ്പുഴ ജില്ലയിൽ നിന്നല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കും അവഗണിക്കാനൊക്കാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയാണ് ജി സുധാകരൻ. എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്നുണ്ട് അന്നും ഇന്നും എന്നുള്ളതാണ് നേരെ. അദ്ദേഹം ചില തിരുത്തൽ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ അദ്ദേഹം പറഞ്ഞു എന്നുള്ള പേര് തള്ളാതെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്ന ആരായാലും അത് മനസ്സിലാക്കി അത് തിരുത്തി പോകുന്നത് എന്തുകൊണ്ടും പാർട്ടിയെ നന്നാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാൻ പാടില്ലാത്ത കാര്യമെന്ന് അന്വേഷണം നടത്തിയില്ലേ? തെളിവ് കൊടുക്കാൻ പോയ മുഴുവൻ ആളെയും 8 പേര് എൻ്റെ പേരുള്ള തെറ്റാന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം തന്നെ ഇത്രയെങ്കിലും പറയുന്നത്. നരേന്ദ്രമോദിയെ കുറെ കൂടെ ആക്ഷേപിക്കണമെന്നൊക്കെ ചെല്ലും, അത് തീവ്രവാദപരമായി ചെന്നത്. നമ്മൾ ആക്ഷേപിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അയാളെ ഞാൻ ജനാധിപത്യത്തിലെ ഏകാധിപത്യം എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. വോട്ട് കുറവായതുകൊണ്ട് BJPയുടെ ഹിന്ദു കമ്മ്യൂണാലിസം ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയോളജിയെ വില കുറച്ച് കാണുന്നത് അതിൻ്റെ കൂടെ. വെള്ളാപ്പള്ളി നടേശനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്താൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. അതവർ ആന്റി കമ്മ്യൂണിസ്റ്റ് അല്ല. PSനപ്പുറം എനിക്കൊരു നേതാവില്ല, അത് വേറെ കാര്യം. പക്ഷേ പിണറായി നയിച്ച സ്റ്റേറ്റ് കമ്മ്യൂണിസ്റ്റ് ഞാൻ ഞങ്ങൾ നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ. അപ്പോൾ പഴയ പോലുള്ള അടുപ്പം നിയർനെസ്സില്ല, അടുപ്പമല്ല, മനസ്സുകൊണ്ടല്ല, ഇല്ല. കാഫിർ പോസ്റ്റർ ഷെയർ ചെയ്ത CPM സംസ്ഥാന സമിതി അംഗം KK ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. DGPക്ക് യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. 153A മതസ്പർദ്ധ വളർത്തൽ IT ആക്ട് 295A പ്രകാരവും കേസെടുക്കണമെന്നാണ് ആവശ്യം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഗിഫിലാണ് പരാതി നൽകിയത്. വടകരയിലും മലബാറിലും ഹീനമായ വർഗീയ പ്രചാരണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പോലീസ് കർശന നടപടിയെടുക്കുന്നില്ലെങ്കിൽ UDF ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വടകരയിലെ കാഫിർ പ്രയോഗം CPM സൃഷ്ടിയായിരുന്നുവെന്ന് തെളിഞ്ഞു. വർഗീയ പ്രചാരണം രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിച്ചത് CPMന്റെ മുതിർന്ന നേതാക്കൾ തന്നെയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള CPI നേതാവ് KE ഇസ്മായിലിന്റെ പ്രസ്താവനയെ എതിർക്കാതെ മന്ത്രി MB രാജേഷ്. CPMന്റെ നിലപാട് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. CPM എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്നും MB രാജേഷ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണെന്നായിരുന്നു KE ഇസ്മായിലിന്റെ പരാമർശം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷുമെല്ലാം ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള നിലപാട് പറഞ്ഞു. പാർട്ടിയും LDF ഒക്കെ ഇത് വിശദമായിട്ട് ചർച്ച ചെയ്യുകയുമാണ്. കേരളത്തിൽ JDS സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. ദേശീയ ഘടകവുമായി യാതൊരു ബന്ധവുമില്ല. സമാന ആശയങ്ങളുള്ള പാർട്ടികളുമായി ഒത്തുപോകാൻ നീക്കം നടക്കുന്നു. നാളെ പാർട്ടിയുടെ നിർണായക യോഗം നടക്കുകയാണ്. നാളെ യോഗത്തിന് ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നും K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഞങ്ങൾ സ്വതന്ത്രമായി നിന്നല്ലോ, ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ നിൽക്കാൻ പറ്റുമോ? ഞങ്ങൾ ഈ സംഭവം നടന്നു തന്നെ ഞങ്ങൾ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്ന് പറഞ്ഞ അറിവൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളതൊന്ന് 15-ാം തീയതി കമ്മിറ്റി കൊടുക്കുന്നുണ്ട്. അത് ആലോചിച്ചിട്ട് ഞങ്ങൾ ഈ ഗാന്ധിയും ലോഹിയുടെ ആശയത്തിൻ്റെ ഉള്ള ആളുകളെ ഒന്നിച്ചു കൂടണമെന്നാണ് ആഗ്രഹം. അതാണ് ഞങ്ങളുടെ അടിസ്ഥാന തത്വം. അതനുസരിച്ച് പാർട്ടി ചിഹ്നമായി ഓട്ടോറിക്ഷ തന്നെ ആവശ്യപ്പെടുമെന്ന് PJ ജോസഫ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ വിജയമാണുണ്ടായത്. ജോസ് കെ മാണിയുടെ പാർട്ടിയെ ജനം അംഗീകരിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് കോട്ടയത്തെ വിജയമെന്നും PJ ജോസഫ് പറഞ്ഞു. ഇന്നത്തെ യോഗത്തിൽ നമുക്കൊരു ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച് കിട്ടും. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് തവണ മത്സരിച്ച
ഓട്ടോറിക്ഷ തന്നെ ആവശ്യപ്പെടണം എന്നുള്ളതാണ് ഉള്ള നിർദ്ദേശം. ഇന്നത്തെ കമ്മിറ്റി അതിനുള്ള തീരുമാനമെടുക്കും. അത് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുകയും ജോസ് കെ മാണിയുടെ പാർട്ടിയെ കോട്ടയത്തെ പാർലമെൻറ്റ് അംഗീകരിക്കുന്നില്ല, ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യയുടെ നമ്പർ ഗൗരവതരമായ തിരുത്തൽ നടപടികളിലേക്ക് CPM 20 മണ്ഡലങ്ങളിലെ ഫലം വിശദമായി വിലയിരുത്തി. പാർട്ടി വോട്ടിൽ പോലും ചോർച്ചയുണ്ടായി. സംസ്ഥാന സമിതിയിലെ ചർച്ച വിശദമായി കേട്ട ശേഷം തുടർ നടപടിയുണ്ടാകും. 3 ദിവസത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരും. വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഘടകകക്ഷിയായ CPIയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന സമയത്തു കൂടിയാണ് CPM നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേരുന്നത്. അതുകൊണ്ട് തന്നെ തിരുത്തൽ നടപടികളിലേക്ക് CPM കടക്കുന്നു എന്നുള്ളൊരു പ്രധാന വാർത്തയാണ് ഈ നിമിഷത്തിൽ വരുന്നത്. 20 മണ്ഡലങ്ങളിലെയും ഫലം വിശദമായി തന്നെ വിലയിരുത്തി എന്ന് അറിയുന്നു. പാർട്ടി വോട്ടുകളിൽ ചോർച്ചയുണ്ടായി എന്നുള്ളൊരു വിലയിരുത്തലേക്ക് പാർട്ടി കടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സംസ്ഥാന സമിതിയിലെ ചർച്ച വിശദമായി കേട്ട ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. VV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, പാർട്ടി വോട്ടിൽ പോലും ചോർച്ചയുണ്ടായി, അതായത് ഇനിയൊരു തിരുത്തൽ നടപടി വേണം എന്ന് പാർട്ടി തീരുമാനിക്കുന്നു എന്നറിയുന്നു. അങ്ങനെ ഒരു വലിയ തോൽവി അല്ലെങ്കിൽ ഒരു തിരുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് മുഖ്യമന്ത്രി പോലും സമ്മതിക്കാത്ത സാഹചര്യം. അതേസമയം അതിനു വിരുദ്ധമായിട്ട് CPMനകത്ത് നിന്ന് തന്നെ അഭിപ്രായങ്ങൾ വരുന്ന ഒരു സന്ദർഭത്തിലൊക്കെ കൂടിയാണ് പാർട്ടിയിൽ തന്നെ ആ ചർച്ച നടക്കുകയും ആ തരത്തിൽ ചർച്ച നടന്നു എന്നുള്ള റിപ്പോർട്ട് വരികയും ചെയ്തത്. ഏതെല്ലാം തരത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യപ്പെട്ടു, എന്ത് തരത്തിലുള്ള ഒരു തിരുത്തലിലേക്ക് കടക്കാനുള്ള സാധ്യത ചർച്ച ചെയ്യപ്പെട്ടു എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. 2 ദിവസമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. വിശദമായ ചർച്ച തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് നടത്തി. 20 മണ്ഡലം കമ്മിറ്റികളുടെയും റിപ്പോർട്ടുകൾ വിശദമായി തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു. മണ്ഡലം കമ്മിറ്റിയുടെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറികൾ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പുറമെ ഈ മണ്ഡലം കമ്മിറ്റി ചുമതലക്കാരെ നേരിട്ട് സംസ്ഥാന സെക്രട്ടറി AK സഭയ്ക്ക് വിളിച്ചു വരുത്തി റിപ്പോർട്ട് വാങ്ങിയിരുന്നു. അതിന്മേലും ചർച്ച നടന്നു. ഗൗരവതരമായ തിരുത്തൽ നടപടികൾ വേണമെന്ന അഭിപ്രായമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. തിരുത്തൽ നടപടികൾക്ക് ഒരു മാർഗരേഖയുണ്ടാക്കും. സംസ്ഥാന സമിതിയുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമാകും ആ മാർഗരേഖ. അപ്പോൾ നാളെ മുതൽ 3 ദിവസം സംസ്ഥാന സമിതി യോഗം ചേരും. ആ സംസ്ഥാന സമിതിയിൽ വിശദമായ ചർച്ച ഈ മാർഗരേഖയിൽ നടക്കും. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നാകും മാർഗരേഖയ്ക്ക് അന്തിമ അംഗീകാരം നൽകുക. മാർഗരേഖ ഏത് തരത്തിൽ വേണമെന്ന തീരുമാനമുണ്ടാവുക. തിരുത്തൽ നടപടികൾ കൃത്യമായി വേണമെന്നൊരു പൊതുവികാരമാണ് യോഗത്തിൽ ഉണ്ടായത്. ഏതെങ്കിലും തരത്തിൽ വിമർശനങ്ങൾ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ മറ്റ് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഉണ്ടായത കാര്യത്തിൽ വ്യക്തതയില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നത് നേരത്തെ CPI നേതൃത്വം തിരിച്ചറിഞ്ഞ വസ്തുതയാണ്. മണ്ഡലം കമ്മിറ്റികളിലും മറ്റും അത്തരം ചർച്ചകൾ സജീവമായി ഉണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് അത്തരം ചർച്ചകൾ വന്നു എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വേണ്ടി വരും. ഏതായാലും തിരുത്തൽ നടപടികൾ, സമഗ്രമായ തിരുത്തൽ വേണമെന്ന അഭിപ്രായം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാർഗരേഖ തയ്യാറാക്കാനും CPMന്റെ സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ചിട്ടുണ്ട്. അപർണ. VV അരുൺ വിവരങ്ങൾ നൽകിയത്. ഏത് സീറ്റ് നിലനിർത്തുമെന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഉടനുണ്ടാകും. ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നേതാക്കൾ യോഗം ചേരുകയാണ്. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി VR കാർത്തിക് നമുക്കൊപ്പം ചേരുന്നു. കാർത്തിക്, തീരുമാനമെടുക്കേണ്ട സമയം ആയിരിക്കുന്നു. ആ സമയപരിധി കഴിയാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. വളരെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് കടക്കുക, അത് വയനാട്ടിലുള്ള ജനങ്ങളെ വേദനിപ്പിക്കാത്ത ഒരു തീരുമാനമാകും എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യം കൂടി. ഇത് ഏത് തരത്തിലൊക്കെ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. വയനാടോ റായ്ബറേലിയോ ഏത് സീറ്റ് നിലനിർത്തും രാഹുൽ എന്ന കാര്യത്തിൽ സസ്പെൻസ് അല്പസമയത്തിനകം അവസാനിക്കും. നിർണായക യോഗം ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ തന്നെ ഇതിന്റെ സൂചനകൾ പുറത്തു വന്നിരുന്നു. രാഹുൽ വയനാട് സീറ്റ് ഒഴിയാനാണ് സാധ്യത, റായ്ബറേലി നിലനിർത്തുകയും ചെയ്യും. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ UPയിൽ
കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു. നേരത്തെ ചേർന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണം, അതോടൊപ്പം തന്നെ റായ്ബറേലി സീറ്റ് നിലനിർത്തണം എന്നും ഒരു ആവശ്യത്തിനാണ് മേൽക്കൈ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ രാഹുൽ നിർബന്ധിതമാകും. നേരത്തെ പല ഘട്ടങ്ങളിലും രാഹുൽ വയനാട്ടിലെത്തി വോട്ടർമാർക്ക് നന്ദി പറയാൻ എത്തിയപ്പോഴൊക്കെ താൻ ആശയക്കുഴപ്പത്തിലാണ്, എന്ത് തീരുമാനം എടുക്കുന്ന എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ്, ഉടൻ ആ തീരുമാനമെടുക്കും, വയനാടിനും റായ്ബറേലിക്കും സന്തോഷകരമായ ഒരു തീരുമാനം താൻ എടുക്കും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് രാഹുലിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മത്സരിച്ച വൈകാരിക ബന്ധമുള്ള റായ്ബറേലി നിലനിർത്തേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശാലമായ പാർട്ടി താല്പര്യത്തിനൊപ്പം രാഹുൽ നിലകൊള്ളും. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, രാഹുൽ മാറുന്ന സീറ്റിലേക്ക് പകരക്കാരനായി ആരെത്തും എന്നതാണ്. നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരുടെ പേരുകൾ സജീവമായി ചർച്ചകളിലുണ്ടായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഒരു വാർത്താക്കുറിപ്പിലൂടെ ഈ തീരുമാനം AICC പുറത്തുവിടുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. വയനാടുമായുള്ള വൈകാരിക ബന്ധം, പ്രത്യേകിച്ച് 2019 പ്രതിസന്ധി ഘട്ടങ്ങളിലടക്കം ഒപ്പം നിന്ന വയനാടുമായുള്ള ബന്ധം, വൈകാരിക ബന്ധമടക്കം വിശദീകരിച്ചുകൊണ്ടുള്ളൊരു വാർത്താക്കുറിപ്പാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ, അതായത് രാഹുലിൻ്റെ പിൻഗാമിയായി വയനാട്ടിലടക്കം ആര് മത്സരിക്കും എന്ന കാര്യത്തിലടക്കം തീരുമാനം പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കാരണം 6 മാസത്തിലധികം സമയമുണ്ട് ഇത്തരത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന്. അതുകൊണ്ട് തന്നെ അതിൽ വിശാലമായ ചർച്ചകൾക്ക് ശേഷമാവും തീരുമാനം ഉണ്ടാവുക. അതായത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേക്കും എന്നുള്ള അത്തരം ചില സൂചനകൾ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന സ്ഥിതിയിലല്ല. കേരള നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്, കേരള നേതാക്കളുടെ ഭാഗത്തുനിന്ന് മറ്റേതെങ്കിലും പേരുകൾ ചർച്ചയ്ക്കൊക്കെ വരുന്നതായിട്ടുണ്ടോ? KC വേണുഗോപാൽ അത്തരം എന്തെങ്കിലും പേരുകൾ ഏതെങ്കിലും നിർദ്ദേശിച്ചതായിട്ടോ മറ്റോ എന്തെങ്കിലും ആ തരത്തിലുള്ള സൂചനകളോ മറ്റോ ഉണ്ടോ? നിലവിൽ പ്രാഥമിക ചർച്ചകളിലേക്ക് പോലും കടന്നിട്ടില്ല. പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്നൊരു അഭിപ്രായം പല കേരള നേതാക്കളും പങ്കുവച്ചിരുന്നു. നേരത്തെ തൃശ്ശൂരിൽ പരാജയപ്പെട്ട K മുരളീധരന് വയനാട് സീറ്റ് നൽകണമെന്നതടക്കമുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ ആ പ്രാഥമിക ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ല. കാരണം സമയമുണ്ട്. സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് രാഹുലിൻ്റെ പിൻഗാമിയായി വരണം എന്ന അഭിപ്രായം ശക്തമാണ്. പക്ഷേ അപ്പോഴും കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി, ഇത്തരത്തിൽ കുടുംബാധിപത്യം എന്ന ഒരു വിമർശനമാണ് BJP കോൺഗ്രസിനെതിരെ എല്ലാ ഘട്ടത്തിലും ഉന്നയിക്കുന്നത്. ഇപ്പോൾ രാജ്യസഭയിൽ സോണിയാഗാന്ധിയുണ്ട്. റായ്ബറേലിയുടെയും വയനാടിൻ്റെയും പ്രതിനിധിയായി ഇപ്പോൾ രാഹുൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനി പ്രിയങ്ക ഗാന്ധി കൂടി ഇതിലേതെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ച് ലോക്സഭയിലേക്ക് എത്തിയാൽ ഇത്തരത്തിൽ കുടുംബാധിപത്യം എന്ന BJPയുടെ വിമർശനം കൂടുതൽ ശക്തമാകും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിമർശനം വരും എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സോണിയാഗാന്ധി അടക്കമുള്ളവർക്ക് പ്രിയങ്ക ഗാന്ധി ഈ ഘട്ടത്തിൽ മത്സരരംഗത്തേക്ക് വരുന്നതിനോട്, പാർലമെന്ററി രംഗത്തേക്ക് വരുന്നതിനോട് ഒരു താല്പര്യമില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇന്ന് ചേരുന്ന ഈ യോഗത്തിൽ അല്പസമയത്തിനകം തന്നെ രാഹുൽ ഏത് സീറ്റ് നിലനിർത്തും എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ രാഹുലിന്റെ പിൻഗാമിയായി മത്സരരംഗത്തേക്ക് വരുമോ, രാഹുൽ ഒഴിയുന്ന സീറ്റിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ആ തീരുമാനം ഇനി അധികം വൈകില്ല. വയനാടോ റായ്ബറേലിയോ അല്പസമയത്തിനകം അറിയാം. വിവരങ്ങൾ നൽകിയത് VR കാർത്തിക്. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്ത് സസ്പെൻസ് തുടരുകയാണ്. പദവിയിലേക്ക് TDPയെ പിന്തുണച്ച് ഇന്ത്യ സഖ്യം രംഗത്ത് വന്നു. TDP സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം അറിയിച്ചു. ഇന്നലെ രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ചേർന്ന NDA യോഗത്തിലും ഈ വിഷയം ചർച്ചയായി. വീണ്ടും ഇടവേള. രാജകുമാരി പ്രശ്നം നടത്തിയില്ലേ? തെളിവ് കൊടുക്കാൻ പോയ മുഴുവൻ ആളെയും 8 പേര് എൻ്റെ പേരുള്ള തെറ്റാന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം തന്നെ ഇത്രയെങ്കിലും പറയുന്നത്. നരേന്ദ്രമോദിയെ കുറെ കൂടെ ആക്ഷേപിക്കണമെന്നൊക്കെ ചെല്ലും. അത് തീവ്രവാദപരമായി ചെന്നത് നമ്മൾ ആക്ഷേപിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അയാളെ ഞാൻ ജനാധിപത്യത്തിലെ ഏകാധിപത്യം എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. വോട്ട് കുറവായതുകൊണ്ട് BJPയുടെ ഹിന്ദു കമ്മ്യൂണാലിസം ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയോളജിയെ വില കുറച്ച് കാണുന്നത് അതിൻ്റെ കൂടെ. വെള്ളാപ്പള്ളി നടേശനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്താൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. അതൊരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് അല്ല. PSനപ്പുറം എനിക്കൊരു നേതാവില്ല, അത് വേറെ കാര്യം. പക്ഷേ പിണറായി നയിച്ച സ്റ്റേറ്റ് കമ്മ്യൂണിസ്റ്റ് ഞാൻ ഞങ്ങൾ നല്ല സപ്പോർട്ട് കൊടുത്തുള്ളൂ ആലപ്പുഴ. അപ്പോൾ പഴയ പോലുള്ള അടുപ്പം, ഏത് നിയർനെസ്സില്ല, അടുപ്പമല്ല, മനസ്സുകൊണ്ടല്ല, ഇല്ല. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ ആഘോഷം തുടരുന്നു. മസ്ജിദുകളിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു. തിരുവനന്തപുരം പാളയത്ത് ഇമാം VP സുഹൈബ് മൗലവി നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
പ്രാർത്ഥനകൾ നടന്നു. മലപ്പുറത്ത് മദീൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ ജലീൽ സഖാഫി കടലുണ്ടി ഈദ് സന്ദേശം നൽകി. കൊച്ചിയിൽ കടവന്ത്ര സലഫി ജുമാ മസ്ജിദിൽ നടൻ മമ്മൂട്ടി ഈദ് നമസ്കാരം നടത്തി. ഷാഫി പറമ്പിൽ MP പട്ടാമ്പി ഓങ്ങല്ലൂർ കാരക്കാട് പള്ളിയിലാണ് പ്രാർത്ഥന നടത്തിയത്. ത്യാഗസ്മരണകൾ പങ്കുവെച്ച് വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് പാളയം ഇമാം VP സുഹൈബ് മൗലവിയാണ് നേതൃത്വം നൽകിയത്. രാജ്യത്തിന്റെ സുമനസ്സുകൾ ഐക്യത്തോടുകൂടി നിന്ന് പ്രവർത്തിച്ചാൽ വർഗീയതയെ അതിജീവിക്കാൻ കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമായിട്ടുണ്ടെന്നും ജാതി സെൻസസ് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും സുഹൈബ് മൗലവി ഈദ് സന്ദേശത്തിൽ പറഞ്ഞു. വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിയാണ് പാളയം ഇമാം VP സുഹൈബ് മൗലവി ഈദ് സന്ദേശം നൽകിയത്. മതേതരത്വം പുഞ്ചിരിക്കുന്ന പെരുന്നാളാണ് ഇന്നത്തേത്. ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് ജനങ്ങൾ ചെയ്തതെന്നും പാളയം ഇമാം. നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട്, നമുക്ക് ഇരട്ടി മധുരമുണ്ട് എന്ന് പറയാം. ഒന്ന് പെരുന്നാളിന്റെ സന്തോഷമാണെങ്കിൽ രണ്ടാമത്തേത് രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിലുള്ള ആശ്വാസമാണ്. രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിൽ മതേതര സഖ്യം നേടിയെടുത്ത മുന്നേറ്റത്തിലുള്ള ആശ്വാസമാണ്. രാജ്യത്തെ സുമനസ്സുകൾ ഐക്യത്തോടുകൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും വർഗീയതയെ അതിജീവിക്കുവാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകാൻ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അധികാരത്തിലെത്തിപ്പെടാൻ മതേതര ശക്തികൾക്ക് സാധ്യമായിട്ടില്ല എങ്കിലും ഈ പോക്ക് ശരിയല്ലെന്ന് ഫാസിസ്റ്റ് വർഗീയതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ധ്രുവീകരണം തെറ്റിച്ച് നേട്ടം കൊയ്യാൻ ആര് ശ്രമിച്ചാലും ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഈ രാജ്യത്ത് വിലപ്പോവില്ലെന്ന് പറയുന്നതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. ഇന്ത്യൻ മനസ്സ് വർഗീയമല്ല. രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന ആവശ്യവും VP സുഹൈബ് മൗലവി മുന്നോട്ട് വെച്ചു. കേന്ദ്രം മുന്നോട്ട് വന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അതിന് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സമാനതകളില്ലാത്ത കലാപം മാസങ്ങൾ നീണ്ടിട്ടും ഒരു തവണ പോലും മണിപ്പൂരിലെത്തി സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അധികാരികൾക്ക് സാധ്യമായില്ല എന്നുള്ളതാണ്. വംശീയ പോരാട്ടം ആഭ്യന്തര യുദ്ധത്തിന് സമാനമായി വളർന്നിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ സംസ്ഥാനത്തെ സർക്കാരും അക്രമികളുടെ കൂടെ ചേർന്നു. സ്ത്രീകളെ നഗ്നരായി നടത്തിയപ്പോഴും കുട്ടികൾക്കെതിരെ കൊടിയ പീഡനങ്ങൾ അരങ്ങേറിയപ്പോഴും ഭരണകൂടം നിഷ്ക്രിയരായി. ഭരണകൂടത്തിന്റെ ഈ നിഷ്ക്രിയത്വത്തിനെതിരെ, ഭരണകൂടത്തിന്റെ നിശബ്ദതയ്ക്കെതിരെയുള്ള മണിപ്പൂർ നിവാസികളുടെ വിധിയെടുത്താണ് പിന്നീട് നമ്മൾ കണ്ടത്. ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് NCERT പിന്മാറണമെന്നും ചരിത്രത്തെ വക്രീകരിക്കാനും വളച്ചൊടിക്കാനും ശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഭാവി തലമുറ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നും പാളയം ഇമാം പറഞ്ഞു. ബാബരി മസ്ജിദ് തകർത്തെടുത്ത് ക്ഷേത്രം പണിത് അവിടെ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് ഒരു വശത്ത് നമ്മൾ പറയുമ്പോ അതേ ബാബരി മസ്ജിദിന്റെ പേര് തന്നെ NCERTയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റിയ പുതിയ വാർത്തകളാണ് ഇന്ന് നമ്മൾ വായിച്ചത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയായിട്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. അതായത് ബാബരി മസ്ജിദിന്റെ പേര് തന്നെ NCERTയുടെ പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു. നമുക്കൊന്നേ പറയാനുള്ളൂ, ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് NCERT പിന്മാറേണ്ടതുണ്ട്. കുട്ടികളെ ശരിയായ ചരിത്രം പഠിപ്പിക്കണം. ശരിയായ ചരിത്രബോധമുള്ളവരായി നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട്. ശരിയായ ചരിത്രം പഠിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരായി മാറുകയുള്ളൂ. സഹോദരങ്ങളെ, ചരിത്രത്തെ വക്രീകരിക്കാൻ, വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ആര് നടത്തിയാലും ഇന്നല്ലെങ്കിൽ നാളത്തെ ഭാവി തലമുറ അത് തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന്
NCERT പോലുള്ള സംവിധാനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. ന്യൂനപക്ഷ പ്രീണനം സർക്കാർ നടത്തുന്നുവെന്ന് പറയുന്നതിനെതിരെയും പാളയം രംഗത്ത് വന്നു. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പല കോണുകളിൽ നിന്നും പല ആളുകളും പറയുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മാർ തിയോഫിലസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ചെന്നൈ ഭദ്രാസനാധിപനായിരുന്നു. സഭയിലെ മുതിർന്ന മെത്രാപ്പൊലീത്തയാണ്. സഭാ സിനഡ് സെക്രട്ടറിയായി ജോഷുവ മാർ ബർണബാസ് എപ്പിസ്കോപ്പയും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥാനാരോഹണം ജൂൺ 22 നടക്കും. പത്തനംതിട്ട റാന്നി സ്വദേശിയാണ് ഡോക്ടർ സാമുവൽ മാർ തിയോഫിലസ്. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശി സ്റ്റെഫിന്റെ സംസ്കാര ചടങ്ങിൽ വികാരഭരിതനായി കമ്പനി MD KG എബ്രഹാം. തീപിടിച്ച കെട്ടിടം നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്നതാണ്. അപകടത്തിൽപ്പെട്ട ആരുടെ കുടുംബത്തെയും കൈവിടില്ലെന്നും NBTC MD KG എബ്രഹാം പറഞ്ഞു. ഒത്തിരി പ്രയാസമുണ്ട്. ഭയങ്കര മിടുക്കനായിരുന്നു, ഭയങ്കര മിടുക്കൻ. അതെ, പറഞ്ഞാൽ അറിയിക്കാം. ഞാൻ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ജോയിച്ചായൻ്റെ കൂടാണ്, ആ ഡിവിഷനിലാണ് ഇവൻ പറയുന്നത്. പുള്ളി അങ്ങ് കരച്ചിൽ തന്നെയാണ് അവന്. അവരൊക്കെ താമസിച്ചിരുന്നത് നല്ല വീടുകളിലും സെൻട്രൽ എയർ കണ്ടീഷൻ വീടുകളിലും നല്ല സാഹചര്യങ്ങളിലും ഒക്കെയാണ് അവിടെ ഉള്ളത്. ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം, എന്നാലാകുന്നത് ഞാൻ ചെയ്യാം. എന്തൊരു സഹായമാണെന്നുണ്ടെങ്കിലും എന്നാലാകുന്നതെല്ലാം ചെയ്യുന്നതായിരിക്കും. കോയമ്പത്തൂരിൽ മലയാളി യാത്രക്കാർക്ക് നേരിട്ട അതിക്രമത്തിൽ പരാതി നൽകാനെത്തിയ യുവാക്കളോട് മോശമായി പെരുമാറിയ കുന്നത്തുനാട് പോലീസിനെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആലുവ SP സ്പെഷ്യൽ ബ്രാഞ്ച് DYSPക്ക് നിർദ്ദേശം നൽകി. 11 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് മധുക്കര പോലീസ് പറയുന്നു. ആക്രമണത്തിനിരയായ ശേഷം നാട്ടിൽ തിരിച്ചെത്തി കുന്നത്തുനാട് പോലീസിന് പരാതി നൽകാനെത്തിയപ്പോഴാണ് മോശം അനുഭവമുണ്ടായതെന്നാണ് യുവാക്കളുടെ പരാതി. തുടർന്നാണ് ആലുവ റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഉടൻ റിപ്പോർട്ട് കൈമാറും. അതേസമയം ആക്രമണത്തിന് ശേഷം പ്രതികൾ സഞ്ചരിച്ച കാറുകൾ മലമ്പുഴ ഡാം പരിസരത്ത് നിന്നും പോലീസ് കണ്ടെത്തി. വ്യാജ നമ്പർ പ്ലേറ്റുകളാണ് ആക്രമണ സമയത്ത് ഉപയോഗിച്ചത്. പിടിയിലായ 4 പ്രതികളും റിമാൻഡിലാണ്. മറ്റു 3 പേരെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് സേലം കൊച്ചി ദേശീയപാതയിൽ വെച്ച് പരസ്യ കമ്പനി ഉടമയായ അസ്ലം സിദ്ദിഖിനെയും സുഹൃത്തുക്കളെയും ജീവനക്കാരനെയും മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ആക്രമിച്ചത്. 3 വാഹനങ്ങളിലായെത്തിയ അക്രമി സംഘം ഇരുമ്പുവടിയും മറ്റു മാരകായുധങ്ങളും ഉപയോഗിച്ച് അസ്ലമിന്റെ ഇന്നോവ കാർ അടിച്ചു തകർക്കുകയായിരുന്നു. കുഴൽപ്പണ സംഘമെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു യുവാക്കൾക്ക് നേരെ ആക്രമണം നടത്തിയത്. സംഭവത്തിൽ പാലക്കാട് ചിറ്റൂർ സ്വദേശികളായ ശിവദാസ്, രമേശ് ബാബു, വിഷ്ണു, അജയ്കുമാർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പ്രതികൾ സമാന രീതിയിൽ സ്ഥിരമായി കവർച്ച നടത്തുന്നവരാണെന്നും സൂചനയുണ്ട്. മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് തൃത്താലയിൽ നിർത്തിയിട്ട വാഹനം പരിശോധിക്കാനെത്തിയ SIയെ കാറിടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2ാം പ്രതിയും കസ്റ്റഡിയിലായി. കാർ ഓടിച്ചിരുന്ന അലന്റെ സുഹൃത്ത് ഒറ്റപ്പാലം സ്വദേശി അജീഷാണ് പിടിയിലായത്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ SIയുടെ ശരീരത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയതെന്നാണ് FIRലുള്ളത്. കൊലപാതക ശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങി 5 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പരിക്കേറ്റ തൃത്താല ഗ്രേഡ് SI PK ശശികുമാർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. തൃശൂരിൽ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ യുവാവിനെ ഭാര്യയുടെ മാതാപിതാക്കൾ മർദ്ദിച്ചു. ചേലക്കര സ്വദേശി സുലൈമാനാണ് മർദ്ദനമേറ്റത്. ബലിപെരുന്നാൾ ദിനത്തിൽ മക്കൾക്ക് സമ്മാനം കൊടുക്കാൻ വീട്ടിലെത്തിയതിനെ ചൊല്ലിയാണ് മർദ്ദനം. 4 മാസമായി ഭാര്യയുമായി പിണങ്ങി മാറി താമസിക്കുകയായിരുന്നു സുലൈമാൻ. മർദ്ദനത്തിൽ 2 കൈകൾക്കും കാലിനും തലയ്ക്കും പരിക്കുണ്ട്. വധശ്രമത്തിന് സുലൈമാന്റെ ഭാര്യാപിതാവിനെ അറസ്റ്റ് ചെയ്തു. ഭാര്യയ്ക്കും ഭാര്യ മാതാവിനെതിരെയും കേസെടുത്തിട്ടുണ്ട്.
കൊച്ചി പനമ്പള്ളി നഗറിൽ വീട് കുത്തി തുറന്ന് മോഷണം. രവിപുരം അറ്റ്ലാന്റിസ് റെയിൽവേ ഗേറ്റിന് സമീപമാണ് സംഭവമുണ്ടായത്. ഇതര സംസ്ഥാനക്കാരായ 2 മോഷ്ടാക്കളുടെ ചിത്രം CCTVയിൽ പതിഞ്ഞു. മാരകായുധങ്ങളുമായി എത്തിയാണ് മോഷണം നടത്തിയത്. വീട്ടുടമ മുംബൈയിൽ പോയിരുന്നു. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. ശനിയാഴ്ച പുലർച്ചെയാണ് ലൂയിസ് ഫിലിപ്പ് എന്ന വ്യക്തിയുടെ വീട്ടിൽ മോഷണം നടന്നത്. CCTV പരിശോധിച്ചതിൽ നിന്നാണ് മോഷണ വിവരം കുടുംബം അറിയുന്നത്. ഇവർ വ്യാഴാഴ്ച മകന്റെ വീട്ടിലേക്ക് മുംബൈയിലുള്ള മകനെ കാണാൻ വേണ്ടി പോയിരുന്നു. നാളെ മാത്രമേ തിരിച്ചെത്തൂ. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ വീട്ടിൽ മോഷണം നടത്തിയതെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. ഈ വീട്ടിന് സമീപത്ത് താമസിച്ചിരിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിലെ 2 പേരെ ആണ് പോലീസിന് സംശയമുള്ളത്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും ആണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 യുവാക്കളാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയും ചെയ്തത്. വീട് ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. വീട്ടിൽ ആരുമില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ 2 യുവാക്കൾ മതിൽ ചാടിക്കടന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയേക്കും. അവിടെ നിന്ന് വീടിന്റെ വാതിലുകൾ അടക്കം കുത്തിപ്പൊളിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത്. കയ്യിൽ മാരകായുധങ്ങളും കരുതിയിട്ട് തന്നെയാണ് ഈ മോഷ്ടാക്കൾ എത്തിയത്. എന്തായാലും പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. വീട്ടിൽ നിന്ന് എത്ര രൂപയാണ് മോഷണം പോയതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ വീട്ടുടമ ഒരു തടി വ്യാപാരി കൂടിയാണ്. അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാശ് കയ്യിൽ കിട്ടിയിരുന്നു. ഇത് വീട്ടിൽ സൂക്ഷിച്ചതിന് ശേഷമാണ് മുംബൈയിലേക്ക് പോയത്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മോഷണം നടന്നതെന്നൊരു നിഗമനത്തിൽ കൂടിയാണ് പോലീസ് എത്തി നിൽക്കുന്നത്. ഈ വീട്ടുടമ നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ മാത്രമേ വീട്ടിൽ നിന്നും പണം മാത്രമാണോ മറ്റേതെങ്കിലും വസ്തുക്കൾ മോഷണം പോയിട്ടുണ്ടോ എന്ന് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഈ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം സമീപത്ത് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ ദൃശ്യങ്ങൾ കാണാൻ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. മുഖംമൂടി ധരിച്ചാണ് 2 യുവാക്കളും രാത്രി വീട്ടിലേക്ക് മതിലുകൾ ചാടിക്കടന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് വരികയും ഈ വീട്ടിലെ അലമാരകളും ഒപ്പം കതകും ഒക്കെ കുത്തിപ്പൊളിച്ചത്. വീട്ടിന്റെ അലമാരയിൽ ഇരുന്ന വസ്ത്രങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാണപ്പെട്ടത്. എന്തായാലും ഈ വീട്ടുടമയുടെ ബന്ധുക്കളൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പോലീസിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുമുണ്ട്. എന്തായാലും വീട്ടുടമ നാളെ നാട്ടിലേക്ക് എത്തും. അതിനുശേഷം മാത്രമേ കൂടുതൽ ഈ എത്ര രൂപയാണ് മോഷണം പോയത്, സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യത വരികയുള്ളൂ. പാലക്കാട് ബസ് യാത്രയ്ക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ച സ്വകാര്യ ബസ് ജീവനക്കാർ. ഓങ്ങനൂരിൽ സർവീസ് നടത്തവേ വാണിയംകുളം സ്വദേശി മണികണ്ഠൻ ബസ്സിനകത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. വാണിയംകുളം സ്വദേശി മണികണ്ഠനെയാണ് ബസ് ജീവനക്കാർ ആശുപത്രിയിൽ എത്തിച്ചത്. യാത്രക്കാരെ പോലും ഇറക്കാതെ ബസ് നേരെ ആശുപത്രിയിലേക്ക് വിട്ടു. ഉടൻ തന്നെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച യുവാവിന് ആവശ്യമായ ചികിത്സ നൽകി. തിരുവനന്തപുരത്ത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്തു. തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശിനിയാണ് മരിച്ചത്. പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പ്രശസ്ത വിദ്യാഭ്യാസ ബ്രാൻഡായ IBIS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബിരുദാനന്തര ചടങ്ങ് തൃശൂരിൽ നടത്തി. ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഫിറ്റ്നസ് ട്രെയിനിംഗ്, ഏവിയേഷൻ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്ട്രീമുകളിലെ 450-ലധികം വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങി. IBIS ഗ്രൂപ്പിന്റെ 124ാമത്തെ ബാച്ചിന്റെ ചടങ്ങാണ് നടത്തിയത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5530, പവന് 44,240 രൂപയും. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു ലൈവ് at 6. നമസ്കാരം. ഏതോ ഒരു സ്ഥലത്ത്